നീറ്റ് നെറ്റ് പ്രവേശന പരീക്ഷാ ക്രമക്കേടിൽ കടുത്ത ആശങ്ക അറിയിച്ച് കേരള നിയമസഭ ഏകകണ്ഠമായി ഉപക്ഷേപം പാസാക്കി. തട്ടിപ്പിന് പിന്നിലെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്രാന്വേഷണം വേണമെന്ന് ഉപക്ഷേപം ആവശ്യപ്പെടുന്നു. NTA-യും കേന്ദ്ര സർക്കാരും കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വ്യാപക ക്രമക്കേടും അഴിമതിയും പണമിടപാടും നീറ്റ് ക്രമക്കേടിന് പിന്നിലുണ്ടെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ച M. വിജിൻ പറഞ്ഞു. ചട്ടം 130 പ്രകാരമാണ് നീറ്റ് നെറ്റ് പ്രവേശന പരീക്ഷാ ക്രമക്കേട് കേരള നിയമസഭ ചർച്ച ചെയ്തത്. വ്യാപകമായ പണമിടപാടും അഴിമതിയും ക്രമക്കേടും നീറ്റ് പരീക്ഷയിൽ നടന്നതായി ഉപക്ഷേപ അവതാരകനായ M. വിജിൻ പറഞ്ഞു. പരിശീലന സെന്ററുമായി ചേർന്ന് നടത്തിയ കൊള്ളയാണ് നെറ്റ് പരീക്ഷയിൽ നടന്നത്. നീറ്റ് പരീക്ഷയിൽ നടന്നത്. നെറ്റ് പരീക്ഷയെ കാവ്യവൽക്കരിക്കാനും ശ്രമം നടന്നു. ചോദ്യങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നെന്നും വിജിൻ ചൂണ്ടിക്കാട്ടി. ധൃതി പിടിച്ച് റിസൾട്ട് ജൂൺ 4 പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസം നടക്കുന്ന ചർച്ചയിൽ നീറ്റ് റിസൾട്ട് മുങ്ങിപ്പോകണമെന്ന ഒരു വലിയ ഗൂഢാലോചനയുണ്ടായിരുന്നു എന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതായി വരുന്നുണ്ട് എന്നതാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്നതിന്റെ തെളിവാണ് നീറ്റ് നെറ്റ് പരീക്ഷാ തട്ടിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസ്യത തകർത്തു. വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്നും സച്ചിൻ ദേവ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയും മോദി ഗ്യാരണ്ടിയാണെന്ന് MK മുനീർ ആരോപിച്ചു. ലീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നുണ്ടല്ലോ. എത്രയാണ് 6 ലക്ഷം രൂപയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വരുന്നത്. ഇതൊരു കച്ചവടമാണ്. ട്യൂട്ടോറിയൽ കോളേജുകളെല്ലാം മാറി കോച്ചിങ് സെൻ്ററുകളായി മാറി, എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളായി മാറിയതിൻ്റെ ഒരു വലിയ മത്സരം പ്രത്യേകിച്ച് വടക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയായിട്ട് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തോട് കേന്ദ്രം ചെയ്യുന്ന ക്ഷമിക്കാനാകാത്ത തെറ്റാണിതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക ദൂരീകരിക്കുന്നതിന് അടിയന്തരവും വിശ്വാസയോഗ്യവുമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ഉപക്ഷേപത്തിലൂടെ ആവശ്യപ്പെട്ടു. NTA-യുടെ ചെയർമാനായിട്ടുള്ള സുബോധ് കുമാർ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ യൂണിയൻ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷാകർത്താക്കളുടെയും സ്വപ്നവും കഠിനാധ്വാനവും തകർത്തുകൊണ്ട് പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. പ്രവേശന പരീക്ഷ തകിടം മറിക്കപ്പെടുകയാണ് ചെയ്തത്. പരീക്ഷാ ക്രമക്കേടിന് പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത ഭരണപ്രതിപക്ഷ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. തുടർന്ന് ഉപക്ഷേപം സഭ ഐകകണ്ഠേന പാസാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.